നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ ഓട്ടിച്ചിട്ട് അടിക്കുന്ന കാഴ്ചയാണ് നേപ്പാളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നേപ്പാളിൽ മാത്രമല്ല, പല സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. റഷ്യയിൽ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ക്യൂബയിൽ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പോളണ്ടിൽ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കമ്മ്യൂണിസം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ ഓട്ടിച്ചിട്ട് ജനങ്ങൾ തന്നെ അടിക്കുകയും കുന്തത്തിൽ കുത്തി യുവന്മാരെ നിർത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോരാത്തതിന് ത്രിപുരയിൽ കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. ത്രിപുരയിൽ നമ്മൾ എന്താണ് കണ്ടത്? ത്രിപുരയിൽ BJP സർക്കാർ അവിടെ വന്ന ശേഷം അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം ജനങ്ങൾ തന്നെ ഓട്ടിച്ചിട്ട് അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ലെനിൻ്റെ പ്രതിമ അവിടെ തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇത് ഒരു വിഷയമാണ്. ബംഗാളിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ബംഗാളിൽ ഇപ്പോൾ CPM-ൻ്റെ ഓഫീസുകളെല്ലാം തന്നെ ഗോശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ CPM പശു അമ്മയാണെങ്കിൽ കാള നിങ്ങളുടെ അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോൾ CPM-ൻ്റെ ബംഗാളിലെ ഓഫീസുകളെല്ലാം ഗോശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇതൊക്കെ കാലത്തിൻ്റെ കാവ്യനീതികളാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നേപ്പാളിലും ഇപ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. നേപ്പാളിലെ ധനകാര്യമന്ത്രി ഇവിടെ BJP-കാർ കളിയാക്കി പറയുന്നത് കേരളത്തിൽ നേപ്പാളിലെ ബാലഗോപാലിനെ, അതായത് നമ്മുടെ ധനമന്ത്രിയാണല്ലോ ബാലഗോപാലിനെ അവിടെയുള്ള ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. കണ്ണിന് കുളിർമയുള്ളതാണ് എന്നൊക്കെ ഇവിടെ BJP-കാർ പറയുന്നുണ്ട്. എന്തായിരുന്നാലും അതൊക്കെ പോട്ടെ. ഇപ്പോഴിതാ ശർമ്മ ഒലി, അതായത് നേപ്പാളിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശർമ്മ ഒലി കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ്. വലിയ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു ഏരിയ സെക്രട്ടറിക്ക് പോലും അല്ലെങ്കിൽ ഒരു അണിക്ക് പോലും അവരുടെ വിചാരം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് വിരൽ ഞൊടിച്ചു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് പോലും കിടുകിട വിറയ്ക്കുമെന്നാണ്. അങ്ങനെ ശർമ്മ ഒലി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പവർ നഷ്ടപ്പെട്ടത്, അതായത് എനിക്ക് നേപ്പാൾ നഷ്ടപ്പെട്ടത് ഭഗവാൻ ശ്രീരാമൻ കാരണമാണ് എന്നാണ് ഒലി പറയുന്നത്. എനിക്ക് പവർ നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ശ്രീരാമൻ ജനിച്ചത് അയോധ്യയിലല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാലും കേരളത്തിൽ M സ്വരാജ് എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്. കമ്മ്യൂണിസ്റ്റുകളുടെ താത്വിക ആചാര്യനും വെട്ടിത്തിളങ്ങുന്ന ശുഭ്ര നക്ഷത്രമൊക്കെയാണ്. EMS കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് തനിക്കാണെന്ന് വിചാരിക്കുന്ന ഒരു നേതാവാണ് സ്വരാജ് എന്ന് പറയുന്നത്. സ്വരാജ് ശബരിമല അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞു, അതായത് പ്രളയകാലത്ത് അവിടെ കന്നി അയ്യപ്പന്മാർ വരാത്തതുകൊണ്ട് മാളികപ്പുറത്തിനെ കെട്ടി അയ്യപ്പൻ സുഖമായി കഴിയുന്നു എന്നാണ് സ്വരാജ് പറഞ്ഞത്. അതിനുശേഷമുള്ള ഇലക്ഷനിൽ സ്വരാജ് തോറ്റുപോയി. സ്വരാജ് തോറ്റപ്പോൾ അത് വലിയ തിരിച്ചടിയായിരുന്നു. പിണറായി ജയിച്ചെങ്കിലും സ്വരാജ് തോറ്റത്, കാരണം അടുത്ത പിണറായി ആയിട്ടാണ് സ്വരാജിനെ കണ്ടിരുന്നത്. സ്വരാജ് തോറ്റത് ഇവിടെ ുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം സൃഷ്ടിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ നിലമ്പൂരിൽ നിന്നു അവിടെയും തോറ്റു. അതായത് അയ്യപ്പനെ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ തുരുതുര തോൽക്കുകയാണ്. അതുപോലെ അയോധ്യയിലെ ശ്രീരാമനെ കുറിച്ച് പറഞ്ഞപ്പോൾ രാമൻ ജനിച്ചത് അയോധ്യയിലല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ തെരുവിൽ നിൽക്കുകയാണ് എന്നാണ് ശർമ്മ ഒലി പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്തായാലും കൈദി സിനിമയിൽ പറയുന്നത് പോലെ ദൈവത്തിൽ വിശ്വാസമില്ലല്ലോ, വരും, വിശ്വാസം വരും, അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഉറപ്പായിട്ടും വരുമെന്ന് പറയുന്നത് പോലെയാണ് ശർമ്മ ഒലിയുടെ കാര്യങ്ങൾ. ഈ കണ്ടിന്യൂസ് ആൻറ്റി ഇന്ത്യ സ്റ്റാൻസ് എന്നാണ് ഇപ്പോൾ നമ്മുടെ മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്നത്. ബൈ നേച്ചർ ഐ എം എ ലിറ്റിൽ സ്റ്റബ്ബോൺ. ഐ മെയിൻറ്റെയിൻഡ് ദാറ്റ് റാം വാസ് ബോൺ ഇൻ നേപ്പാൾ നോട്ട് ഇന്ത്യ. ഐ റൈസ്ഡ് ലിപ്പുലേക്ക് ഇഷ്യൂ. അതായത് ഞാനൊരു സ്റ്റബ്ബോൺ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അതായത് കമ്മ്യൂണിസ്റ്റുകാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് ട്രംപിനെ പോലും ഉറപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരാണെന്നാണ് അവരുടെ വിചാരം. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ലിപ്പു ലേക്ക് ഇഷ്യൂ റൈസ് ചെയ്തു, അത് എനിക്ക് തിരിച്ചടിയായി. പോരാത്തതിന് രാമൻ ജനിച്ചത് നേപ്പാളിലാണെന്നും ഞാൻ പറഞ്ഞു പോയി. ഇഫ് ഐ ഹാഡ് കോംപ്രമൈസ്ഡ് ഓൺ ദീസ് സ്റ്റാൻഡ്സ്, അതായത് ഞാൻ ഈ രണ്ട് വിഷയങ്ങളിലും എൻ്റെ നിലപാടൊന്ന് മാറ്റിയില്ലെങ്കിൽ ഐ വുഡ് ഹാവ് റിമെയിൻഡ് ഇൻ പവർ ഫോർ ലോങ്, അതായത് ഞാൻ ഈ ഭരണത്തിൽ ധാരാളം നാൾ ഇരിക്കാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നു. ഐ ഹാവ് നോട്ട് ഫ്ലഡ്, ഐ ആം സ്റ്റിൽ ഇൻ നേപ്പാൾ. ഞാൻ പറന്നൊന്നും പോയിട്ടില്ല, അതായത് ഞാൻ എവിടെയും ഒളിച്ചോടിയിട്ടില്ല, ഞാൻ നേപ്പാളിൽ തന്നെ ഉണ്ട് എന്നാണ് ശർമ്മ ഒലി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.